അപ്പോൾ എങ്ങനെയാണ് ദൈവാലയത്തിൽ വരേണ്ടത്? ദൈവാലയത്തിൽ രാവിലെ എഴുന്നേറ്റിങ്ങ് പോന്നാൽ പോരാ. വേദപുസ്തകം പറയുന്നു ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ വരണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ സഭായോഗത്തിൻ്റെ അകത്ത് നിങ്ങൾ ആത്മനിയോഗത്തോടെ ഈ ആരാധന ഹാളിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മീതിൽ ഇന്ന് പകൽ പരിഹാരം വരുത്തുവാൻ കർത്താവിൻ്റെ കരം ഇതിൻ്റെ പിമ്പിൽ ചലിക്കും. ആത്മനിയോഗത്തോടാണോ നിങ്ങൾ ഒരുക്കത്തോടെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈ സഭായോഗത്തിൻ്റെ അകത്ത് ഇരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി അസാധാരണമാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ഈ സഭായോഗത്തിൽ വെളിപ്പെടും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്യും. ഞാൻ ആത്മനിയോഗത്താൽ ആലയത്തിൽ വന്നിരിക്കുന്നത്, ഞാൻ വെറുതെ വന്നതല്ല, ഞാൻ ആത്മനിയോഗത്താൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ എൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ കർത്താവ് പരിഹാരം തരും. ഉറപ്പുള്ളവർ ആ കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യും. 5-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, കൃപയുടെ ബഹുത്വത്താൽ ഞാൻ ആലയത്തിലേക്ക് ചെന്ന്. 5-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിൽ ചെന്ന്, കണ്ടോ, നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി, കണ്ടോ, ഭക്തിയോടെ എന്ത് ചെയ്യും, കണ്ടോ, അങ്ങനെയുള്ള ആരാധനയ്ക്കകത്ത് അസാധാരണമാകുന്ന ദൈവമഹത്വം വെളിപ്പെടും. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഈ ആലയത്തിൻ്റെ അകത്ത് വന്ന് കയറിയ നിമിഷം മുതൽ ഞാൻ യഹോവയോട് സ്തോത്രം ചെയ്യുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്. എൻ്റെ ചില വിഷയത്തിൻ്റെ അകത്ത് ഇന്ന് പകൽ എത്ര ദൈർഘ്യമേറിയ വിഷയമാണെങ്കിലും ഇന്ന് പകൽ അതിനെ മാറ്റുവാൻ കരുത്തുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. അത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ സ്തോത്രം ചെയ്യും. ഞാൻ ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തിനുള്ള ഭക്തിയോടെ അവനെ ആരാധിക്കും. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആരാധനയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടും. ഇന്ന് പകൽ നീ വെറുതെ സഭായോഗത്തിൽ വന്നതല്ല, ഒരു നേരം പോക്കിന് സഭായോഗത്തിൽ വന്നതല്ല. ഇന്ന് ക്ലബല്ല സഭ. യേശുവിന്റെ ചുടുരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയ്ക്കകത്ത് അസാധാരണമാകുന്ന വീര്യപ്രവർത്തികൾ വെളിപ്പെടുമെങ്കിൽ ഈ സഭായോഗത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി അങ്ങനെ ചില ദൈവപ്രവർത്തികൾ നീ കൃപയുടെ ബഹുത്വത്താൽ നീ ആലയത്തിന്റെ അകത്തേക്ക് വന്നിരിക്കുന്ന ഈ നിമിഷം മുതൽ നിന്റെ വിഷയങ്ങളെ ഹല്ലേലൂയ തൊടാൻ കരുത്തുള്ള കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. സമയം പരിമിതി പോലും ഞാൻ കർത്താവിൻ്റെ ദാസിന് ഏറെ സമയം കൊടുക്കണമെന്നാണ് ഹൃദയത്തിൻ്റെ ആഗ്രഹം. 84-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാവുന്ന വാക്യം 2-ാമത്തെ വാക്യം പറയുന്നു, സൈനികരുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം, എൻ്റെ ഉള്ള യഹോവയുടെ കണ്ടോ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് കണ്ട മോഹിച്ച് ഒരാമയും പറഞ്ഞേ. അപ്പോൾ ആലയത്തിലേക്ക് വരണം, ഒരു വാഞ്ചയോടെ വരണം. ഒരാമയും പറഞ്ഞേ, ഒരു വാഞ്ചയോടെ ആലയത്തിലേക്ക് വന്നാൽ ഇന്നത്തെ സഭായോഗം കഴിയുമ്പോൾ എൻ്റെ ചില വിഷയത്തിന് നീക്കുപോക്ക് വരും. എൻ്റെ രോഗാതുരമാകുന്ന ശരീരത്തിൽ